നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകില്ലെന്ന് കോൺഗ്രസ്. സീറ്റ് വിട്ടുതരാൻ കഴിയുന്ന സാഹചര്യമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതാക്കളെ ബോധ്യപ്പെടുത്തി. അതേസമയം കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാൻ ധാരണയായി. സീറ്റുകളുടെ കാര്യത്തിൽ ഒന്നിച്ചുള്ള പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും. ഇത്തവണ പറയും പോലെയല്ലെന്നും നിർബന്ധമായും മൂന്നാം സീറ്റ് വേണമെന്നും മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. മൂന്നാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും രണ്ടിൽ തൃപ്തിപ്പെടണമെന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരത്തി ബോധ്യപ്പെടുത്തുകയാണ് കോൺഗ്രസ്. എന്നാൽ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തീരുമാനം പറയാനാകൂ എന്ന് ലീഗ് അറിയിച്ചതായാണ് വിവരം. 14-ന് UDF വീണ്ടും യോഗം ചേരും. അതിനു മുന്നോടിയായി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ലീഗ് തീരുമാനം കോൺഗ്രസിനെ അറിയിക്കും. ഉപാധികൾ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുമോ എന്നത് മാറ്റി നിർത്തിയ ലീഗ് മൂന്നാം സീറ്റിൽ കടുംപിടുത്തം നടത്തില്ല. ഇനി ഉഭയകക്ഷി ചർച്ചകളൊന്നുമില്ലെന്ന് UDF കൺവീനർ MM ഹസൻ പറയുന്നു. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് നൽകും. ജോസഫ് ആ സീറ്റ് ഫ്രാൻസിസ് ജോർജിന് നൽകും. PC തോമസിനെയും സജി മഞ്ഞക്കടമ്പിലിനെയും അനുനയിപ്പിക്കാനാണ് തീരുമാനം. അടുത്തയാഴ്ച കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കൊല്ലത്ത് RSPക്ക് വേണ്ടി NK പ്രേമചന്ദ്രൻ വീണ്ടും മത്സരിക്കും. അതേസമയം കോൺഗ്രസിന്റെ 13 സിറ്റിംഗ് MPമാരോടും അതാത് മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാകാനാണ് UDF നേതൃത്വം ആവശ്യപ്പെടുന്നത്. കണ്ണൂരും ആലപ്പുഴയിലും മാത്രം പുതിയ സ്ഥാനാർത്ഥികളെന്നാണ് ഇപ്പോഴത്തെ ചിത്രം. അതേസമയം അന്തിമ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണ്.